സാധാരണ ഞാൻ അങ്ങനെ നോക്കാറില്ല. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നിരുന്ന് നോക്കണമെന്നേ ഉള്ളു. എന്നും പറഞ്ഞിട്ട് ബ്രേക്ക് സമയത്ത് എല്ലാരും കൂടെ കൈ കൊണ്ടങ്ങോട്ട് കൈ വരും. അതെ അതെ, വലത് കൈ അല്ല നോക്കേണ്ടത്. ഞാൻ വലത് കയ്യിൽ നോക്കിയില്ലല്ലോ, ഇടത് കയ്യിൽ മൈക്ക് ഇരിക്കണോണ്ട് ഞാൻ നോക്കാം. ഇങ്ങനത്താണ്. മുഖത്ത് നോക്കിയാൽ അറിയാം എന്നത് ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. ആണോ? കൃഷ്ണമണിന് ബിൽഡിംഗ് പണിഞ്ഞു വെച്ചേക്കുന്നത്. ആണോ? എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ ആണ്, പക്ഷെ സിവിൽ അല്ല. അല്ല, ആവാൻ ആഗ്രഹിച്ച ആളാണ്. ഇപ്പൊ ഏത് എഞ്ചിനീയർ ആണ്? മെക്കാനിക്കൽ എഞ്ചിനീയർ. ദൈവമേ, പറയും മുമ്പേ അങ്ങനെ വരും. അതൊക്കെ എങ്ങനെയാണ് സംഭവം? ആമക്കളാണോ രണ്ടുപേര്? അത് ഞാനിവിടെ പറഞ്ഞില്ലേ. ആരെടുത്ത് പറഞ്ഞു? ഞാനിവിടെ ആരെയും ശ്രദ്ധിക്കില്ല, അപ്പാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അതെ, അപ്പൊ കറക്റ്റാ. പിന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു ബിസിനസ് ആണ്. ആണോ? എന്താണ്? ലുലുമാള് വരെയാണോ ഇനി? അല്ലല്ലേ, കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഇന്ന് ബുക്ക് ചെയ്താൽ നിന്റെ കല്യാണം 5000 കുറച്ച് വരും. എന്നിട്ട് പെണ്ണിന് ആരും കൊണ്ടുവരും? പ്രതിമേനെ കെട്ടാൻ പറ്റും. ഒരു വാഴ വെച്ചു കൊടുത്താൽ മതി. അല്ല നോബി, ഇത്രയും മാസങ്ങൾ എന്റെ അടുത്തിരുന്നിട്ട് എന്റെ കൈ, 2 കൈയും നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ, ഒന്നും ഇന്ന് വരെ നോക്കിയിട്ടില്ലല്ലോ. പക്ഷിശാസ്ത്രമായിരുന്നു. ഒരു തത്ത ഉണ്ടായിരുന്നു, അതിന് അവൻ ചുട്ടില്ല. അതുകൊണ്ട് അതങ്ങ് നിർത്തിയിട്ട് പിന്നെ മുഖലക്ഷണം കൈ നോട്ട പെട്ടെന്ന് അങ്ങനെ വരുമ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല ചേച്ചി, ചേട്ടന് വളക്കച്ചവടം ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ പുറത്തെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ വരണം. അതല്ല, ഞാൻ നിങ്ങളുടെ കൈ ഇടയ്ക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെ നോക്കും? ഒരു കയ്യിൽ പക്ക അവിടെ, ഒരു കയ്യിൽ ഇത് കളഞ്ഞിട്ടുണ്ടോ നോക്കായി. ചേട്ടാ, എന്തായാലും അവിടെ നിന്ന് ഇത്രയൊക്കെ പറഞ്ഞ നമുക്ക് പരിപാടി ആരംഭിക്കണ്ടേ? ഞാനല്ലല്ലോ ഇപ്പൊ ആങ്കർ. എന്താ ഇവിടെ? ഞാനാലെങ്കിലും ഞാൻ എന്താ ഇവിടെ? അണ്ണാ, നീ അവിടെ ഇരുന്നോണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിരുന്ന. അണ്ണൻ അവിടെ തന്നെ സ്ഥിരമായിട്ടേക്ക് ഇരുന്നോ? അതാ നല്ലത്. എപ്പിസോഡ് അതല്ല, അതാവുമ്പോഴേ അവർക്ക് തിരുവാതിരക്ക് വിളക്ക് വെക്കണ്ട, അണ്ണനെ അടുത്ത് സെന്ററിൽ ഇരുത്തിയാ മതി. കളഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് അഖില് തൂക്കിയിരിക്കുകയാണ് തുടക്കം തന്നെ. അവരെ ഭർത്താക്കന്മാരെ കത്തിക്കുക കൂടെ ചെയ്യും. ഇപ്പൊ വെറുതെ വിളക്ക് വെക്കുള്ളൂ. അല്ല, അതിന് ചിന്നുന്റെ ഹസ്ബൻഡ് പോലീസിലാണ്. കൈയെടുത്തോ ദൈവമേ, ആ ജിപ്പിഞ്ഞുണ്ടോന്നാണ് എന്റെ കൈ ശകലം പോലെ. അല്ല, ഇത് സേഫ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. നോബിചാൻ ഇപ്പൊ അവിടുന്ന് വന്ന് സെന്റർ സ്റ്റേജിൽ നിന്ന് വെൽക്കം പറയും. ചേട്ടൻ അന്വേഷിച്ചെന്ന് പറയണം. അപ്പം വെൽക്കം ടു കോമഡി മാസ്റ്റർ. ആദ്യം തന്നെ ഒരു ഗംഭീര സ്കിറ്റായിട്ട് അങ്ങ് തുടങ്ങിയാലോ. രാജേഷിന്റെ ടീം ഇന്ന് ചിരിച്ചു ചാവും. നിങ്ങൾ കണ്ടോ?